സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത പാദവാർഷിക പരീക്ഷ 1-ാം ക്ലാസ് തഫീമുത്തിലാവ ഇന്ന് നടന്ന വായനാ പരീക്ഷയുടെ ചോദ്യപേപ്പർ വിശകലനമാണ്. ഇത് പരിചയപ്പെടുത്തുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരുപാട് ദിവസമായി രക്ഷിതാക്കൾ കുട്ടികളെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുകയാണ്. അപ്പോൾ രക്ഷിതാക്കൾക്കുണ്ടാവും ഇന്ന് നടന്ന പരീക്ഷ പേപ്പർ എങ്ങനെ ഉള്ളതായിരുന്നു എന്നറിയാനുള്ളൊരു ആകാംക്ഷയുണ്ടാകും. അതുകൊണ്ടാണ് അതോടൊപ്പം തന്നെ ഇനി കുട്ടികൾ എത്രത്തോളം വായിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് വിലയിരുത്തപ്പെടാനും നമുക്ക് പറ്റും. വായിക്കാത്തത് തന്നെയും കുട്ടികൾ പറഞ്ഞിരുന്നത് എനിക്ക് വായിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഏതാണ് കുട്ടികൾക്ക് അറിയാത്തത് അല്ലെങ്കിൽ വായിക്കാൻ കഴിയാത്തത് എന്ന് നമുക്ക് മനസ്സിലാവുകയും നമുക്ക് ആ ഒരു അക്ഷരം അല്ലെങ്കിൽ ആ ഒരു വാക്ക് കുട്ടികളെ കൂടുതലായി പഠിപ്പിക്കാനും ഇത് സഹായകമാകും എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. മറ്റു ആവശ്യങ്ങൾക്ക് ദുരുപയോഗമൊന്നും ചെയ്യരുത് എന്ന് അറിയിക്കുകയാണ്. അപ്പോൾ ഒന്നാമത് വന്നിരുന്നത് ബലൂണിൽ എഴുതിയത് വായിക്കാം എന്നതിൽ 4 വാക്കുകൾ കൊടുത്തിരുന്നു. ഉബ്, ദുർ, ദുർ എന്ന് വായിക്കണം. ലക്കി, യദുൻ എന്നിങ്ങനെ 4 പദങ്ങളാണ് വന്നിട്ടുള്ളത്. രണ്ടാമത്തതിൽ ബോർഡിൽ നോക്കി വായിക്കാം എന്നുള്ളതിൽ 3 വേർഡ്. അത്ര ഒരു പരിചയമില്ലാത്ത വേർഡുകളായിരുന്നു. കുട്ടികൾക്ക് എത്രത്തോളം വായിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് രക്ഷിതാക്കളൊന്ന് ചോദിച്ചു നോക്കും. മുസ്ലിമുൻ എന്നുണ്ട്, അതുപോലെ തന്നെ കമിൻത, കമിൻത, അതുപോലെ തന്നെ അർണബുൻ പിന്നെ ബുക്കിൽ സാധാരണ ഉള്ളതാണ്, സ്കൂളിൽ നിന്ന് കുട്ടികൾ പഠിക്കുന്നതാണ്. മുയൽ എന്നുള്ള അർത്ഥമാണ് അതിന് വരുന്നത്. അപ്പോൾ ഈ 3 വേർഡുകൾ ഇച്ചിരി ഒരു പ്രയാസമായി തോന്നുന്നുണ്ട്. എങ്ങനെ നിങ്ങളെ കുട്ടികൾക്കൊക്കെ എളുപ്പമായിരുന്നു, കുട്ടികളൊക്കെ വായിച്ചു കൊടുത്തോ എന്നൊന്ന് അറിയിക്കുക. പിന്നെ അക്ഷരങ്ങൾ വായിക്കാമെന്ന ചോദ്യവും ബാ, സീന്, യാ, വാവ്, നൂന് എന്നിങ്ങനെ 5 അക്ഷരങ്ങളാണ്. അപ്പോൾ ഇതാണ് ഇന്ന് നടന്ന പാദവാർഷിക പരീക്ഷയുടെ വായനാ പരീക്ഷയുടെ ചോദ്യപേപ്പർ വിശകലനം. ഇൻഷാ അല്ലാഹ് ഇനി നാളെ നടക്കാനിരിക്കുന്നത് എഴുത്തു പരീക്ഷയാണ്. എഴുത്തു പരീക്ഷയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. പരമാവധി രക്ഷിതാക്കൾ അത് ഉപയോഗപ്പെടുത്തി മോഡൽ മനസ്സിലാക്കി കുട്ടികളെ നന്നായി പഠിപ്പിക്കുക. 14 പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനുള്ളത്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് ഓരോ പാഠത്തിൻ്റെയും ചിത്രങ്ങളും അതിൻ്റെ പേരുകളുമാണ്. വിഷയങ്ങൾ ശ്രദ്ധിക്കുക. കുട്ടികൾക്കൊക്കെ നല്ല വിജയമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.